ഒരുപാട് വൃത്തികേടുകൾ കാണിക്കുന്നവരുടെ നടുവിൽ അല്പം വൃത്തികേട് കാണിക്കുന്ന ആൾ ചെന്നാൽ അയാൾക്കൊരു ലജ്ജയും നാണവുമൊക്കെ തോന്നും. പണ്ട് ഏതോ ഗൾഫ് പ്രോഗ്രാമിലാണെന്ന് തോന്നുന്നു, നമ്മുടെ മരണപ്പെട്ടു പോയ മഹാനായ നടൻ ഇന്നസെൻ്റ് പെണ്ണ് കാണാൻ പോയപ്പോൾ തന്നെക്കാൾ പൊക്കം കുറഞ്ഞ ഒരാളിനെയും കൂടി കൊണ്ടുപോയ കഥ പറഞ്ഞിരുന്നു. കാരണം പോകുന്നിടത്തെല്ലാം പൊക്കമില്ല എന്ന് പറയുന്നത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെക്കാൾ പൊക്കമില്ലാത്തൊരാളിനെയും കൊണ്ടുപോയാൽ കൂട്ടത്തിൽ ഇവന് പൊക്കമുണ്ട് എന്ന് ആളുകൾ പറയുന്നത് കേൾക്കാമല്ലോ എന്നോർത്താണത്രേ അങ്ങനെ പോയത്. ഏതായാലും ആ കഥ പോലെയായി നമ്മുടെ ജബ്ബാർ മാഷിൻ്റെ വാക്കുകൾ. മനുഷ്യർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായാൽ അതിനെ പരിഹസിക്കുകയോ ട്രോളുകയോ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ തൻ്റെ വഴിയിലൂടെ പുതിയതായി ആ വഴി പിൻപറ്റി ആ ദുർഗന്ധം വമിച്ചു വന്നെത്തിയവർ വലിയ വൃത്തികെട്ടവന്മാരും സാമ്പത്തിക മോഹികളും വിദ്വേഷികളും ദുരുദ്ദേശികളും മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാമെന്ന് കരാറെടുത്തവരുമായ തീവ്രവാദം മാത്രം സംസാരിക്കുന്നവരായി മാറിയപ്പോൾ ജബ്ബാർ മാഷിന് യുക്തിവാദത്തെക്കുറിച്ച് പോലും ലജ്ജ തോന്നി. അത് തോന്നാൻ കാരണം ആരിഫ് ഹുസൈൻ്റെ വരവോടുകൂടിയാണ്. യാതൊരു മാനദണ്ഡവുമില്ലാതെ വളരെ പച്ചയായ രീതിയിൽ മുസ്ലിങ്ങളുടെ ഏത് ഭാഗത്ത് പിടിച്ചാലാണ് വരുമാനം കിട്ടുന്നതെന്ന് നോക്കി ആ ഭാഗത്ത് പിടിച്ച് ധനം സമ്പാദിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആരിഫിനെ കണ്ടപ്പോൾ സാക്ഷാൽ ജബ്ബാർ മാഷ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. കുടുംബജീവിതം നയിച്ചു. അങ്ങനെയുള്ള ഒരു കുടുംബം കെട്ടിപ്പടുക്കുകയും കുടുംബത്തിലുള്ള കുട്ടികളെ ആ ഒരു സംസ്കാരം പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ മലപ്പുറത്ത് ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ വ്യക്തിപരമായിട്ട് ഈ മതം കടിക്കുകയോ മാന്തുകയോ ചെയ്തതുകൊണ്ടല്ല. വ്യക്തിപരമായിട്ട് എനിക്ക് ഈ മതത്തിൻ്റെ ഒരു കടിയും കൊള്ളേണ്ടി വന്നിട്ടില്ല, മാന്തലും കൊള്ളേണ്ടി വന്നിട്ടില്ല. ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന്, ഇവിടെ നിന്നൊന്നും എനിക്ക് എൻ്റെ സഹജീവികളായ ഈ മുസ്ലിം വിശ്വാസികളിൽ നിന്ന് ഈ മതപരമായിട്ടുള്ള ഒരു മാന്തും കടിയും കൊള്ളേണ്ടി വന്നിട്ടില്ല. കുടുംബത്തിൽ നിന്നും യാതൊരു ഉപദ്രവവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നെ ആരും കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലും ഊഷ്മളമായ സൗഹൃദവും ബന്ധവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ കുടുംബജീവിതം. ഇതാണ് ജബ്ബാർ മാഷ് പറഞ്ഞത്. ജബ്ബാർ മാഷേ, ഇതെങ്കിലും ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ താങ്കൾ ഈ മറുവശത്ത് നിൽക്കുന്ന, താങ്കളോട് മാന്യമായി പെരുമാറുന്ന, മാന്തിയിട്ടില്ലാത്ത കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്ന, സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്ന ആ മനുഷ്യരുടെയൊക്കെ വിശ്വാസം, അല്ലെങ്കിൽ താങ്കളോട് കാണിക്കുന്ന വിട്ടുവീഴ്ച, താങ്കളോട് കാണിക്കുന്ന ഔദാര്യം, അത് താങ്കൾ ബ്ലാക്ക് ബെൽറ്റുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ സിനിമയിലെ നായകനെപ്പോലെ എല്ലാവരെയും ഇടിച്ചിടാനോ കൊല്ലാനോ ലൈസൻസുള്ള തോക്കൊന്നും കയ്യിലുള്ളതുകൊണ്ടല്ല. അവർ നിലനിർത്തുന്നത് ഈ മണിക്കൂറുകളിൽ താങ്കൾ പരിഹസിക്കുന്ന, വിമർശിക്കുന്ന അതേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതേ അള്ളാഹു, അതേ വിശുദ്ധ ഗ്രന്ഥം, അതേ പ്രവാചകൻ അവരെ പഠിപ്പിച്ച ആത്മീയതയുടെയും ധാർമ്മികതയുടെയും മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അല്ലാതെ താങ്കളെ ഭയന്നിട്ടല്ല താങ്കളുടെ ബന്ധുക്കൾ താങ്കളെ ചേർത്ത് പിടിക്കുന്നത്. പിന്നെ താങ്കളെയോ താങ്കളുടെ ബന്ധുക്കളെയോ ഭയന്നിട്ടല്ല വലിയൊരു സമൂഹം താങ്കളെ ചൊറിയാനോ മാന്താനോ ഒന്നും വരാതിരിക്കുന്നത്. പക്ഷേ അവർ കാണിക്കുന്നതിൻ്റെ അത്രയും ഔചിത്യവും ഔദാര്യവും ഒരു സത്യസന്ധതയും നീതിയും താങ്കൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി ഒരു വിചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കാം, വിയോജിക്കാം, യോജിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിനോട് കൂടി തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു വിശ്വാസത്തെയും ഒരു പ്രവാചകനെയും ഒക്കെ വിലയിരുത്തുന്ന വിഷയത്തിൽ താങ്കൾ എന്താണ് കാണിച്ചിട്ടുള്ളത് എന്ന ബോധ്യം താങ്കളെ കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും ഈ മേഖലയിലേക്ക് ഒരുപാട് കള്ളങ്ങളും പറഞ്ഞ് എല്ലാവരും പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്ന് വിളിച്ച് അതിനൊക്കെ തുകയെണ്ണി വാങ്ങാൻ ഒരു മടിയുമില്ലാത്ത ആരിഫുമാരുടെ കാലത്ത് താങ്കൾ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, അതിൽ സന്തോഷമുണ്ട്. അത്രമാത്രം.